പറയാനാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളർന്നത് മല്ലപ്പള്ളി കുന്നത്ത് വീട്ടിലാണ്. കുന്നത്ത് എൻ്റെ അമ്മ വീടാണ്. അവിടെ വളരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പച്ചൻ്റെ വീടും അധികം ദൂരത്തല്ല, പരിയാരത്തിൽ കരിപ്പേലി കുടുംബത്തിൽ. കുന്നത്ത് വീട്ടിൽ വളർന്നുകൊണ്ടാണ് ഞാൻ ആംഗ്ലിക്കൻ സഭയിലെ അംഗമായി തീർന്നത്. ചെറുപ്പത്തിലെ എൻ്റെ ആദ്യ ഓർമ്മ എഴുത്തിനിരുത്തുന്നതാണ്. അന്ന് അവിടെ ഒരു ശങ്കരപ്പിള്ള ആശാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ എഴുത്തിനിരുന്നു. അദ്ദേഹം ഒരു വിഷവൈദ്യനുമായിരുന്നു. വിഷം തീണ്ടി വരുന്ന ധാരാളം രോഗികൾ ഒരു വശത്തുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം എഴുത്ത് പഠിപ്പിച്ചു. കർശനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണൽ വടിയുടെ ചൂട് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അതുപോലെ അന്ന് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നത്, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ മല്ലപ്പള്ളിയിൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് എതിരെയുള്ള വീട്ടിലെ ചെല്ലപ്പൻ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം പ്രൈമറി സ്കൂളിലും അവിടെ തന്നെ എൻ്റെ ഒപ്പം 5ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നീട് മറ്റൊരു കൂട്ടുകാരനുണ്ടായിരുന്നത് മാവള ദേവി അല്ലെങ്കിൽ MD ഉമ്മൻ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, മല്ലപ്പള്ളിയിൽ തന്നെയുണ്ട്. മറ്റ് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. മേക്കറിങ്ങാട്ട് ജോയി, അതൊക്കെ ഓർമ്മയിൽ വരുന്നുള്ളൂ. അതിനുശേഷം അവിടെ ഒരു ഏതാണ്ട് 5-8 മാസം പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് സെൻറ്റ് മേരീസ് പ്രൈമറി സ്കൂളിലേക്ക് പോയത്. അക്കാലത്ത് ഏതാണ്ട് 3/4 മൈൽ നടന്നു പോകുന്നതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കാറുകളോ ബസ്സുകളോ ഒന്നും അധികമൊന്നും ഇല്ലായിരുന്ന കാലം. പിന്നീട് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, അധികം വീടുകളും മറ്റും ഇല്ല, ഇലക്ട്രിക് ലൈറ്റ് ഇല്ല. അപ്പോൾ കുട്ടികളുടെ പറയുന്ന കഥകളെല്ലാം തന്നെ ഭൂതപ്രേതാദികളെ പറ്റിയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ചെങ്കല്ലിക്കുന്ന്. ചെങ്കല്ലിക്കുന്നിൻ്റെ മുകളിലൊരു പാലമരം ഉണ്ടായിരുന്നു. ആ പാലയിൽ നിന്നും പൂനക്കടവിലുള്ള പാലമരത്തിലേക്ക് യക്ഷി പറക്കുന്ന എന്നൊരു സ്റ്റോറി. അത് വളരെ വളരെ ഭയാനകമായിരുന്നു, പേടിപ്പെടുത്തുന്നതായിരുന്നു. പാല പൂത്ത് വരുമ്പോൾ അതിലെ യക്ഷികൾ വന്ന് കുടിയിരിക്കും. സന്ധ്യാകാലത്തും രാത്രിയിലും മറ്റും ഇത് പറക്കുന്ന കാണാമെന്ന് മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എന്തോ വലിയ പക്ഷികളെന്തോ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവരത് യക്ഷിയായിട്ട് സങ്കല്പിച്ചു എന്ന് മാത്രം. നേരത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ മല്ലപ്പള്ളിയും പൂനക്കടവും മറ്റും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ മണിമലയാറിൻ്റെ ചരിത്രം തന്നെ എനിക്ക് പിന്നീട് എഴുതാൻ കഴിഞ്ഞു. മണിമലയാറിൻ്റെ അല്ല, എല്ലാ നദികളുടെയും ചരിത്രം പോലെ തന്നെ മണിമലയാറിന് ഒരു ചരിത്രമുണ്ട്. ധാരാളം മണിമലയാറിൽ കൂടി ഒരു കാലത്ത് ധാരാളം കെട്ടുവള്ളങ്ങൾ മറ്റ് കിഴക്കു നിന്നുള്ള വിവിധ വാണിജ്യ വസ്തുക്കളുമായി തുഴഞ്ഞു പോകുന്നത് ഒരു നിത്യ കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ വെള്ളം പറ്റുമ്പോഴാണ് മല്ലപ്പള്ളിയിലെ കൺവെൻഷനും അതിനോട് ചേർന്ന മറ്റ് കച്ചവടങ്ങളുമൊക്കെ കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം ആവേശം പകർന്നിരുന്നു. കുട്ടികളുടെ യോഗങ്ങളും എല്ലാം തന്നെ വളരെ ആവേശം പകർന്ന ഒരു കാര്യമായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്ന ഒരു പ്രധാന വ്യക്തിത്വം KC ഏലിയാസ് എന്ന ഒരു മാന്യ വ്യക്തി ഫിഡിലുമായിട്ട് വരുമായിരുന്നു. അതും കുട്ടികൾക്ക് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ സംഭവബഹുലമായിരുന്നു ചെറുപ്പകാലത്തെ ജീവിതം. എല്ലാം കൊണ്ടും ധാരാളം ആഘോഷങ്ങൾ, പല വ്യത്യസ്തമായ ആഘോഷങ്ങൾ, അതെല്ലാം പങ്കാളിയാകാൻ കഴിഞ്ഞു. അത് വളരെ പിൽക്കാലത്തെ ജീവിതത്തിൽ അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഏത് വർഷം ജനിച്ചത്? 1940. ഇപ്പം 84 വയസ്സാകുന്നു. അമ്മാമയ്ക്ക് 81 കഴിഞ്ഞു. അമ്മാമ്മയുടെ പേര് എവിടെ? കുടുംബം കുമ്പനാട്ട് മണ്ണാകുന്നില്ല, പക്ഷേ അവസാനം അവർ താമസിച്ചത് പാമ്പാട്ടിൽ.
ഞാൻ കുമ്പനാട്ട് ഒരിക്കൽ വിസിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ പോയിട്ടില്ല. മല്ലപ്പള്ളിയിലെ ഈ മണക്കെ യോഗം അച്ഛന് ചെറുപ്പത്തിലുണ്ട്. ഉണ്ട് ഉണ്ട് ഓർമ്മയായ കാലം 100 വർഷത്തിന് മേളിൽ അതിന് ചരിത്രമുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. മല്ലപ്പള്ളിയിലെ ചന്തയും എനിക്കറിയാം. അന്ന് അതുകൊണ്ട് രണ്ട് ദിവസം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചന്ത ദിവസങ്ങളായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു പീടിക ഉണ്ടായിരുന്നു. അത് ആദ്യം കാലത്ത് റെന്റിന് കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നീട് അത് എൻ്റെ ബ്രദർ അത് കച്ചവടത്തിന് എടുത്തു. അന്ന് ആറ്റുമീനും കടൽമീനും എല്ലാം മലപ്പള്ളി കിട്ടുമായിരുന്നു. ഇറച്ചിക്ക് എന്തെങ്കിലും ഇറച്ചി അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു പാപ്പിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഇറച്ചി കച്ചവടത്തിന്റെ കോൺട്രാക്ട്. എല്ലാം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. ആടിറച്ചി അവിടെ കിട്ടിയതായിരുന്നു. കാളയിറച്ചിയായിരുന്നു അവിടെ കിട്ടുന്നത്. എരുമയൊന്നും ഇല്ലായിരുന്നു. കാളമൂരി ഇറച്ചി. പിന്നെ പച്ചമീൻ ധാരാളം മല്ലപ്പള്ളി ചന്തയിലുണ്ടായിരുന്നു. ഈ പഴയ രാജകുടുംബ ചരിത്രം പറഞ്ഞ മല്ലപ്പള്ളിയിൽ ഏറ്റവും അറിയാവുന്ന ഒരു ഇൻഡോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാല്? ഓക്കെ, അത് ചോദിച്ചത് നന്നായി. ഞാൻ പിൽക്കാലത്താണ് മനസ്സിലായത്.